ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ കൃപയാൽ ആശ്വാസനാഥം എന്ന ശുശ്രൂഷയുടെ 59ാമത്തെ സെക്ഷനിൽ പ്രവേശിപ്പാനായിട്ട് ദൈവമേ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശു നാമത്തിലെ സ്നേഹം നിങ്ങളെ അറിയിക്കുന്നു. നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനത്തിന്, സഹകരണത്തിന്, പ്രാർത്ഥനയുടെ പിൻബലത്തിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് ധ്യാനിക്കുന്ന വചനം 65-ാം സങ്കീർത്തനം 9-ാം വാക്യമാണ്. 65-ാം സങ്കീർത്തനം 9-ാം വാക്യം. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. അപ്പോൾ ഭൂമി ഫലപ്രദമായ ഒരു അനുഭവത്തിൽ വരണമെങ്കിൽ ദൈവത്തിൻ്റെ സന്ദർശനവും നനവും ഉണ്ടാകണം. അങ്ങനെയെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഒരു ഫലപ്രദമായ സന്തോഷം അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ദൈവിക സന്ദർശനം അനിവാര്യമാണ്. ചുട്ടുപൊള്ളുന്നതിൻ്റെ അനുഭവത്തിൽ മേൽ എൻ്റെ പ്രാണൻ തണുക്കണമെങ്കിൽ, ആശ്വാസവും വിടുതൽ ലഭിക്കണമെങ്കിൽ ഒരു ദൈവിക സന്ദർശനം നിനക്ക് ആവശ്യമാണ്. യെശയ്യാ 30-ാം അധ്യായം 25-26 മുതൽ പഠിക്കുമ്പോൾ ഉയരമുള്ള മലയിലും പൊക്കമുള്ള കുന്നിന്മേലിലും തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. ദൈവം തന്നെ ജനത്തിൻ്റെ മുറിവ് കിട്ടും, അടിപ്പിണർ പൊറുപ്പിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എവിടെയാണ് നീരൊഴുക്കുണ്ടാകുന്നത്? താഴ്വരയിലാണ് നല്ല പറയുന്നത്. ഉയരമുള്ള മലകളിൽ, പൊക്കമുള്ള കുന്നിൻ മുകളിലൊക്കെ തോടുകളും നീരൊഴുക്കുകളും ഉണ്ടാകും. എൻ്റെ പൊന്നെ, അസാധ്യം നീ വരുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, അസാധ്യം നീ അത് ശരിയാവുകയില്ല. നിന്റെ മാറ്റമുണ്ടാകുകയില്ല, ഉയർച്ച ഉണ്ടാകുകയില്ല, ഇനിയൊരു പുരോഗതി ഉണ്ടാകുക നീ പറയുന്നില്ലേ? കാരണം നീ പറയണത് വെറുതെ പറഞ്ഞതല്ല. സാഹചര്യങ്ങൾ അത്രമാത്രം പ്രതികൂലങ്ങൾ തന്നെയാണ്. ഉയർച്ചയ്ക്കുള്ള ഒരു സാഹചര്യം കാണുന്നില്ല. പക്ഷെ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നത് എന്താ അറിയാവോ? ഉയരമുള്ള മലയിലും അഥവാ അസാധ്യമായ തലങ്ങളിൽ അവിടെ തോടുകളുണ്ടാകും, നീരൊഴുക്കുകളുണ്ടാകും. മാത്രമല്ല ദൈവം തൻ്റെ ജനത്തിൻ്റെ മുറിവ് കെട്ടും. മനുഷ്യൻ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. വാക്കുകൾ കൊണ്ട്, പ്രവർത്തികൾ കൊണ്ട് മനുഷ്യനെ മുറിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ദൈവം അറിയാവോ? മുറിവിളക്ക് കിട്ടുവാനിടയായിത്തീരും. മറ്റുള്ളവരുടെ പ്രവർത്തികളാൽ, മറ്റുള്ളവരുടെ വാക്കുകളാൽ മുറിവേറ്റ് നിരാശപ്പെട്ട് നെടുവീർപ്പെടുന്നിരിക്കുമ്പോൾ നിന്നോട് ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മ ഓർമ്മിപ്പിക്കുന്നത് നിന്നെ മുറിവിളെ കെട്ടുന്ന ദൈവമുണ്ടെന്നുള്ളതാണ്. നീ ആശ്വസിപ്പിക്കുന്ന, നിന്നെ സഹായിക്കുന്ന, നിന്നെ വിടുവിക്കുന്ന, രക്ഷിക്കുന്ന, നിന്നെ അനുഗ്രഹിക്കുന്ന, നിന്നെ മാനിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുക. അടിപ്പിണരെ പൊറിപ്പിക്കുന്ന ദൈവമുണ്ട്. പക്ഷെ അതിനെ മുറിപ്പെടുത്താനായിട്ട് പലരും മാറി മാറി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ നിന്നെ ഒരു ആശ്വസിപ്പിക്കേണ്ട ആരുമില്ലായിരിക്കാം, നല്ല വാക്ക് പറയാൻ ആരുമില്ലായിരിക്കാം. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധ പറയുന്നത്, കുഞ്ഞെ, നിന്നെ മുറിവിളെ കിട്ടുന്ന ദൈവമുണ്ട്. നീ അവിടെ കിടന്നു വരിക, അവൻ്റെ കിടന്നു വരിക. നിശ്ചയമായും ആശ്വസിപ്പിക്കാനിടയായിത്തീരും. നമ്മൾ ഇപ്പോൾ ദിവസം പഠിക്കുമ്പോൾ 49-ാം അധ്യായം 25-ാം വാക്യം പഠിക്കുമ്പോൾ ഒരു അനുഗ്രഹ വചനം പറയുന്നത് ഇങ്ങനെയാണ്: നിന്റെ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. ഒരുവരെ നോക്കി അനുഗ്രഹിക്കുക. അവർ പിതാക്കന്മാർ സേവിച്ച ദൈവമുണ്ട്. ആ ദൈവത്താൽ ഒരു അനുഗ്രഹം ഉണ്ടാകും, സഹായം ഉണ്ടാകും. അങ്ങനെയെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നമ്മുടെ ദൈവത്താൽ നിങ്ങൾക്കും ഒരു സഹായം ലഭിക്കും. എന്താ പറയുക? സർവശക്തനാൽ തന്നെ അവൻ മീതി ആകാശത്തിൻ്റെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. സകല തലങ്ങളിൽ നിന്നുള്ളതായ ഒരു അനുഗ്രഹം, സർവ്വവിധത്തിലുള്ള അനുഗ്രഹം ഇത് നൽകേണ്ടതായിത്തീരും. ഏതെല്ലാം തലങ്ങളിലാണ് ഒരു വിടുതൽ വേണമെന്നും ഒരു മാറ്റം വേണമെന്നും
ഒരു അനുഗ്രഹമാണ് നീ ആഗ്രഹിക്കുന്നത്. ആ തലങ്ങളെ നമുക്ക് ദിവ്യാത്മാ പറയുക, കുഞ്ഞെ സർവ്വതലങ്ങളിലും ശൂന്യമായ നീ പറഞ്ഞ തലങ്ങളിലൊക്കെയും അനുഗ്രഹിക്കുന്ന വിടുവിക്കുന്ന ദൈവമുണ്ട്. അവിടെ നിനക്കൊരു അനുഗ്രഹം പ്രാപിപ്പാൻ ഇടയായിത്തീരുമെന്നുള്ളതാണ്. ആവർത്തനം 33:23 നമ്മൾ വീണ്ടും കാണുന്നത് ഇങ്ങനെയാണ്: യഹോവയുടെ അനുഗ്രഹത്താൽ ദേശം കൈവശമാക്കും. ചിലതെല്ലാം നിനക്ക് നഷ്ടപ്പെട്ടു പോയി. നിലകളിൽ ഉണ്ടായിരുന്നതെല്ലാം ചിലത് നഷ്ടപ്പെട്ടു പോയി. ഈ ദിവസങ്ങൾ ചില വിഷയങ്ങൾ ചേർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. വിടുതലിന് വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി, ഒരു നന്മയ്ക്ക് വേണ്ടി, ഒരു അഭിവൃദ്ധിക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നുണ്ട്. അതിനെ പ്രതി യഹോവയുടെ അനുഗ്രഹങ്ങളാൽ നീ ചിലതിനെ കൈവശമാക്കാൻ പോവുകയാണ്. ഞക്കമിട്ട് പ്രാർത്ഥിക്കുന്ന, ഉള്ളുരുക്കി പ്രാർത്ഥിക്കുന്ന, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന, പലർന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. ആ വിഷയത്തിൻ്റെ വിടുതലിന് കർത്താവ് പറയുന്ന, കുഞ്ഞേ നീ അവൻ്റെ അനുഗ്രഹങ്ങളാൽ നീ നന്മ പ്രാപിക്കാൻ പോവുകയാണ്. ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്നെങ്കിൽ നിശ്ചയമായി നീ അനുഗ്രഹം പ്രാപിക്കേണ്ടതായിത്തീരും. 23-ാം സംഘത്തിന് 6-ാം വാക്യം നമുക്ക് എല്ലാവർക്കും കാണാപ്പാടമാണ്: നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. കണ്ടോ, നന്മയും കരുണയൊക്കെ എന്ത് ചെയ്യുന്നത്? ആയുഷ്കാലമൊക്കെയും പിന്തുടരും. നമ്മളതിനെ പറയുക ഓടേണ്ട ആവശ്യമില്ല. അത് നമ്മെ പിന്തുടർന്ന് വരുവാനിടയായിത്തീരും. നമ്മൾ പോകുന്നിടത്തേക്കും നമുക്ക് നന്മയുണ്ടാകും. നമ്മൾ വയ്ക്കുന്ന കാര്യം, സ്റ്റെപ്പുകൾ വയ്ക്കുന്ന എല്ലാ സ്റ്റെപ്പുകളും നമുക്കൊരു അനുഗ്രഹം ഉണ്ടാകും. എന്ത് ചെയ്താൽ മതി? ദൈവത്തെ ഭയപ്പെടുക എന്നുള്ളതാണ്, ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. അതങ്ങനെ ചെയ്യുമ്പോൾ നന്മകൾ നമ്മെ പിന്തുടരുവാനിടയായി, നമ്മൾ പോകുന്നിടത്തൊക്കെയും നന്മയും കൂടെ പുരയിടയായിത്തീരും. എന്നൊരു വ്യവസ്ഥയുണ്ട് കേട്ടോ, വ്യവസ്ഥയുണ്ട്. സെക്രട്ടറി പ്രവർത്തനം നമ്മൾ പഠിക്കുമ്പോൾ 3-ാം അധ്യായം 7-ാം വാക്യം പഠിക്കുന്നത് ഇങ്ങനെയാണ്: നീ എൻ്റെ വഴികളിൽ നടക്കുകയും എൻ്റെ കാര്യം നോക്കുകയും ചെയ്താൽ, നീ എൻ്റെ ആലയത്തെ പരിപാലിക്കുകയും പ്രാകാരങ്ങളെ സൂക്ഷിക്കുകയും ചെയ്താൽ. എന്തൊക്കെയാ വ്യവസ്ഥ? 1, നീ എൻ്റെ വഴികളിൽ നടക്കണം. ഇഷ്ടമുള്ള വഴികളെല്ലാം ഓടി നടന്നിട്ട് അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ അനുഗ്രഹിക്കുന്ന ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നത്. വ്യവസ്ഥ പ്രകാരം അനുഗ്രഹിക്കുന്ന ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. അപ്പോൾ സമാധാനവും സന്തോഷവും വിടുതലൊക്കെ ദൈവം നൽകും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്: ദൈവത്തിൻ്റെ വഴികളിലൂടെ നടക്കണം, ദൈവത്തെ അനുസരിച്ച് ജീവിക്കണം. ഇങ്ങനെ വഴികളിൽ നടക്കുകയും, എന്താണ്, എൻ്റെ കാര്യം നിൻ്റെ കാര്യം നോക്കിയില്ല നീ ഓടി നടന്ന് എല്ലാം കരുതി മുട്ടിക്കഴിയുമ്പോൾ ഓടി കൊണ്ട് ദൈവമേ എന്ന് വിളിക്കുന്നത് അർത്ഥമില്ല. നീ ദൈവത്തിൻ്റെ കാര്യം നോക്കുന്നവനാകണം. നമ്മളെല്ലാ വഴി അടച്ചു കഴിയുമ്പോൾ നമ്മൾ ഓടിപ്പോയി ദൈവത്തെ വിളിക്കുന്നത് അല്ല. ജീവിച്ചിരിക്കുമ്പോൾ, ആരോഗ്യമുള്ളപ്പോൾ, സമ്പത്തുള്ളപ്പോൾ, സമയമുള്ളപ്പോൾ ദൈവത്തെ അന്വേഷിക്കണം. അന്നേരം എൻ്റെ മിടുക്ക്, എൻ്റെ കഴിവ്, ഞാൻ എന്നൊക്കെ ഓടരുത്. ദൈവത്തിൻ്റെ കാര്യം നോക്കണം. നമുക്കറിയാലോ, മനുഷ്യർക്ക് ആത്മീയ കാര്യങ്ങൾ താല്പര്യമില്ല, സമയമില്ല, അവർക്ക് സമയമില്ല. പ്രാർത്ഥിക്കാൻ സമയമില്ല, പ്രാർത്ഥനയ്ക്ക് പോകാൻ സമയമില്ല, കൂട്ടായ്മയ്ക്ക് പോകാൻ സമയമില്ല, ആരാധനയ്ക്ക് പോകാൻ സമയമില്ല, അല്ലേ, കിടന്ന സാക്ഷ്യം വഹിപ്പാൻ സമയമില്ല. അയ്യോ, ഭയങ്കര ബദ്ധപ്പാടാണ്, ഓട്ടോടാ ഓട്ടമാണ്. കാരണന്മാർ പണ്ട് ഒരു പറഞ്ഞൊല്ലി പറയില്ലേ: നായ്ക്കിരിക്കാൻ നേരവുമില്ല, നായ നടന്നിട്ട് ഫലവുമില്ല. ഇതുപോലെയാ, ഓടറാ ഓട്ടമാ. ഇതെല്ലാം കണ്ട് ഒരു മാറ്റവും ഇല്ല, പരാജയങ്ങൾ മാത്രമാണ്. അപ്പോൾ ദൈവവചനം പറയാം, നീ എൻ്റെ കാര്യം നോക്കണം, പിന്നെ എൻ്റെ ആലയത്തെ പരിപാലിക്കണം. നമുക്ക് ഒരുമിച്ച് കൂടിവരാൻ ഒരു ആലയമുണ്ട്. അതുപോലെ നമ്മൾ ഇത് ദൈവത്തിൻ്റെ മന്ദിരമാണ്, നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇതിന് ദോഷം വരുത്താതെ പരിപാലിക്കുന്ന ഉത്തരവാദിത്വം നമ്മുടേതാണ്. അങ്ങനെ പറഞ്ഞാൽ എൻ്റെ ആലയത്തെ നശിപ്പിക്കുന്നതിനെ ഞാൻ നശിപ്പിക്കുന്ന. അപ്പം ഇത് ലഹരി വസ്തുക്കളാൽ നശിപ്പിക്കരുത്. ലഹരി വസ്തുക്കളാൽ നീയാകുന്ന ആലയത്തെ നശിപ്പിക്കരുത്. അശുദ്ധിയാൽ നീയാകുന്ന ആലയത്തെ നശിപ്പിക്കരുത്. വ്യാജത്താൽ നീയാകുന്ന ആലയത്തെ നശിപ്പിക്കരുത്. ഇത് ദോഷം വരുത്തുന്ന ഒന്നും, ദൈവവചന പ്രകാരം ദോഷം വരുത്തുന്ന ഒന്നിലും ഇടപെടുവാൻ ഇടവരരുത്. അതുപോലെ തന്നെയാണ് പൊതുവായുള്ള ആത്മീയ കാര്യങ്ങളിലും ഉത്സാഹമുള്ളവനായിരിക്കണം. നിന്റെ ആലയത്തെ പരിപാലിക്കണം.
ഇന്ന കാര്യം പറയാം, പ്രാകാരങ്ങളെ സൂക്ഷിക്കുക. ദിവസം ചെല്ലുമ്പോൾ മലിനമാക്കാതെ ശുദ്ധീകരണത്തോടെ വ്യവസ്ഥയോടെയൊക്കെ അണുസന്നിധിയിലുണ്ടായിരുന്നു. അണുസന്നിധിയിലേക്ക് ഓടിച്ചെന്ന് ചെല്ലുമ്പോൾ അവിടെ നിൽക്കത്തക്ക രീതിയിലുള്ള ക്രമീകരണത്തോടെ പോകാനിടയായിരുന്നു. നമുക്കറിയാം, നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോഴൊക്കെ ആവോളം നല്ല നിലയിലൊക്കെ വസ്ത്രം ധരിച്ചെല്ലാം നമ്മൾ ശ്രദ്ധിക്കും. ഉള്ളത് അലക്കി വൃത്തിയാക്കി പോകാൻ ശ്രദ്ധിക്കും. നമ്മൾ കല്യാണത്തിന് വിളിച്ചാലൊക്കെ, സദ്യക്ക് വിളിച്ചാലൊക്കെ നമ്മൾ അങ്ങനെ തന്നെയാണ് അല്ലേ? ഒരു പ്രത്യേക ഫംഗ്ഷനെല്ലാം പോകുമ്പോഴൊക്കെ നമ്മൾ ആവോളം നമുക്കുള്ളത് നമ്മൾ വൃത്തിയായി സൂക്ഷിപ്പാനിടയായിത്തീരും. ആ ഒരു ഉത്സാഹം നമുക്കുണ്ടാകണം. തിരിച്ച് കിടന്നു ചെല്ലുമ്പോൾ നമ്മെ തന്നെ സൂക്ഷിക്കുവാനായിട്ടുള്ള ഉത്സാഹം നമുക്കുണ്ടാകണം. നമ്മെ കാണുവാൻ, കുറവുകളെ കണ്ടുപിടിപ്പാൻ, അതിൽ ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കാനിടയായി തീർന്നാൽ അത് നമ്മൾ നിശ്ചയമായിട്ടും സന്ദർശിക്കുകയും നമ്മെ നനയ്ക്കുകയും നമ്മെ പുഷ്ടിയുള്ളതാക്കുകയും ചെയ്യും. ഒന്ന് ദൈവത്തെ അനുസരിക്കുന്ന, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ജീവിതത്തിൽ ഇത്രമാത്രം ചുട്ടുകൊള്ളുന്ന അനുഭവങ്ങളുണ്ടെങ്കിലും, എന്തെല്ലാം പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും, രോഗമോ കടബാർവയോ ഒക്കെ ആവട്ടെ, ഞെരുക്കുന്ന എന്തൊരു വിഷയമാകട്ടെ, ഒരു ദൈവിക സന്ദർശനം എന്നെ നനയ്ക്കുന്ന, എന്നെ ആശ്വസിപ്പിക്കുന്ന, എന്നെ വിടുവിക്കുന്ന ഒരു ദൈവിക സന്ദർശനം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വചനം പറയുന്നത്, ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിശ്ചയമായും ആ പുഷ്ടി അനുഭവിപ്പാൻ, ആ നന്മ അനുഭവിപ്പാൻ, ആ സന്തോഷം അനുഭവിപ്പാൻ, ആ വിടുതൽ അനുഭവിപ്പാൻ ദൈവത്തിനെ സഹായിക്കുമാറാകട്ടെ. അനാവശ്യമായ രീതിയിലുള്ള ഒരു ക്രമീകരണവും ദൈവഭയവും ദൈവത്തിനുള്ള അനുസരണവും നമുക്ക് ഉണ്ടാകാനായിട്ട് സമർപ്പിക്കാം. നമുക്ക് ഒരുമിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, തന്ന സെക്ഷനായി സ്തോത്രം ചെയ്ത് നമ്മൾ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഗ്രഹിക്കാനായിട്ട് സന്ദർശിക്കുന്ന നിലയിൽ ഞങ്ങളതിനെ ഭയപ്പെട്ട് ജീവിപ്പാനായി, അനുസരിച്ച് ജീവിപ്പാനായിട്ട് കൃപ നൽകപ്പെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പൊള്ളുന്ന അനുഭവങ്ങളുടെ കടന്ന വ്യക്തികളുണ്ടല്ലോ കർത്താവിനെ ഒരു ആശ്വസിപ്പിക്കുമാറാകണമേ. സന്ദർശിച്ച് നനച്ച് ജീവിതത്തിൽ പുഷ്ടി അനുഭവിപ്പാൻ കർത്താവ് ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. വ്യവസ്ഥയിൽ നിലകൊള്ളുവാനുള്ള കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണം. അങ്ങയുടെ വിടുതലുകളാൽ നിങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ക്ഷമയോടെ ഈ സന്ദേശം സ്വീകരിക്കുന്നതിന് നന്ദി പറയുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് ഈ സന്ദേശങ്ങൾ ഏതെങ്കിലും നിലകളിൽ ആശ്വാസപ്രദമാകുന്നെങ്കിൽ, അനുഗ്രഹമാകുന്നെങ്കിൽ നിങ്ങളുടെ മറ്റു പ്രിയപ്പെട്ടവർക്കും കൂടെ ഈ സന്ദേശങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം. അവരും ആശ്വാസം പ്രാപിക്കട്ടെ, അവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അലട്ടുന്ന വിഷയങ്ങളുടെ ഏതെങ്കിലും വിടുതലിന് വേണ്ടി ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളെ വിളിച്ച് ഞങ്ങൾ നിങ്ങളോട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഏതെങ്കിലും സമയം നിങ്ങൾ വിളിച്ചിട്ട് വിളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാതെ വരുന്ന, അല്ലെങ്കിൽ കോള് ഞങ്ങൾ എടുക്കുന്നില്ല, അല്ലെങ്കിൽ കോള് കിട്ടുന്നില്ലെങ്കിൽ അതൊരു വാട്സപ്പ് നമ്പറും കൂടിയാണ്. നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ മെസ്സേജുകൾ അയച്ചാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി നിശ്ചയമായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എല്ലാ സഹ നന്ദി പറയുന്നു. താങ്ക് യു. മേ ഗോഡ് ബ്ലസ് യു.